നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കുട്ടികൾക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത് നോട്ടോറിയസ് ക്രിമിനൽ ഒറ്റക്കാലം ബേബിയാ. ഹലോ ഹലോ രോഹിത്, അതെ, ഇത് ADGP ശ്രീരഞ്ജനിയാ. നിങ്ങളുടെ മകൾ പത്മിനിയുടെ മിസ്സിംഗ് കേസ് ഇപ്പൊ ഞാനാ ഹാൻഡിൽ ചെയ്യുന്നത്. പറഞ്ഞോളൂ മാഡം. കുട്ടികളെ കണ്ടെത്താൻ CCTV വഴിയും ഫോൺ സിഗ്നൽസ് വഴിയും എല്ലാ സാധ്യതയും ഉപയോഗിച്ച് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. വൈകാതെ തന്നെ അത് ഫലം കാണുന്നതാണ് പ്രതീക്ഷ. പത്മിനിയുടെ ഫാദർ എന്ന നിലയിൽ ഇപ്പൊ ലഭ്യമായ ഒരു സൂചന അറിയിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. പറഞ്ഞോളൂ മാഡം. കുട്ടികളെ മീൻപാറയിലേക്ക് പോയതായിട്ടാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. സ്കൂളിനടുത്തുള്ള സ്റ്റോപ്പിൽ നിന്നും കുട്ടികള് മീൻപാറയിലേക്കുള്ള ബസ് കയറുന്നതായിട്ടുള്ള CCTV ഫുട്ടേജ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. മീൻപാറയിലേക്കോ? അതെ, ഇപ്പോഴത്തെ കണക്കൂട്ടൽ അങ്ങനെയാണ്. ഇവിടുന്നൊരു സ്പെഷ്യൽ ടീം അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. അവിടുത്തെ പോലീസ്, ഫോറസ്റ്റ് ഓഫീസുകളിലും അലർട്ട് നൽകി കഴിഞ്ഞു. ഒന്നും പേടിക്കാനില്ല. അപ്പപ്പോ ഉള്ള വിവരങ്ങൾ കൺട്രോൾ റൂമിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സബ് ഇൻസ്പെക്ടർ നഹാസ് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പപ്പോ. അത് ADGP ശ്രീരഞ്ജനി മേഡത്തിനാ പപ്പിമോളുടെ മിസ്സിംഗ് കേസിന് അന്വേഷണ ചുമതല. അത്രയും സമാധാനമായി. ബ്രോ, ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട. നമുക്ക് പോകേണ്ടത് മീൻപാറയിലേക്കാ. അല്ല, അവിടേക്കാണോ കുട്ടികൾ പോയിരിക്കുന്നത്? എന്താ എന്തു പറ്റിന്ന്? എന്താ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത്? ഒന്നുമില്ല. മീൻപാറയിലേക്കല്ലേ? ആ മീൻപാറ ബസ്സിലെ കണ്ടക്ടറിനെ ലൈനിൽ കിട്ടുന്നില്ലല്ലോടോ. ആ റൂട്ടിൽ ഫോൺ സിഗ്നൽ കിട്ടാൻ വലിയ പാടാണ് മാഡം. ജനവാസം കുറവായതുകൊണ്ട് ഒരു കമ്പനിക്കും ടവറുകളില്ല. പുറപ്പെട്ട സമയം കണക്കാക്കുമ്പോ ബസ് ഇപ്പോ മീൻപാറ എത്താറായി കാണും. അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ അയച്ചാ പോരെ? വേണ്ട നഹാസ്, നമ്മൾ പോണ്ടിടത്ത് നമ്മൾ തന്നെ പോണം, അല്ലെങ്കിൽ ശരിയാവില്ല. ആ കുട്ടികൾ പിന്നെ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല മാഡം. ഇയാൾ അന്വേഷിച്ചില്ലേ? അങ്ങനെ അന്വേഷിക്കുന്നത് പതിവില്ലല്ലോ മാഡം. എടോ, രണ്ട് ചെറിയ കുട്ടികൾ സ്കൂൾ യൂണിഫോമില്. എടോ, രണ്ട് ചെറിയ കുട്ടികൾ സ്കൂൾ യൂണിഫോമില് ഇതുപോലൊരു പ്രദേശത്തേക്ക് തനിയെ യാത്ര ചെയ്യുമ്പോ തനിക്ക് ഒരു സംശയം തോന്നിയില്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളല്ലേടോ അത്. എന്നിട്ട് ഒരു സംശയം തോന്നാതിരിക്കാൻ തന്റെ തല എന്താടോ മരം കൊണ്ടുണ്ടാക്കിയതാണോ? എടോ, സ്കൂളുകളിലൊക്കെ യൂണിഫോമും നെയിം ടാഗും നിർബന്ധമാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ തനിക്ക്? ഈ സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങുന്ന കുട്ടികള്
വേറെ എങ്ങോട്ടെങ്കിലും പോവുകയോ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഏതൊരാൾക്കും തിരിച്ചറിയാൻ വേണ്ടിട്ടാ. എനി കോമൺ മാൻ അവർക്ക് സ്വമേധയാ കുട്ടിയെ സഹായിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ചെയ്യാം. ആസാമിൽ നിന്ന് ഇവിടെ താമസാക്കിയ ശേഷം നാട് വിട്ടുപോയ പെൺകുട്ടികളെ വിശാഖപട്ടണത്ത് നിന്ന് തേടിപ്പിടിക്കുന്നത് ജനങ്ങൾ പുലർത്തുന്ന നിതാന്ത ജാഗ്രത കൊണ്ട് മാത്രമാ. സ്വന്തം സഹോദരങ്ങളുടെ മക്കളോടുള്ള കരുതൽ. അവര് പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ആരാണെന്ന് വല്ല പിടിയുണ്ടോ ഇയാൾക്ക്? ഇല്ല മാഡം. നിനക്കും അറിയില്ലേ? ഇല്ല മാഡം. കുട്ടികളായതുകൊണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ ചിത്രകാരന്മാരാവാൻ സാധ്യതയില്ല. ഈ സിനിമ സീരിയൽ രംഗത്തുള്ള ആരെങ്കിലും ഇവിടെ താമസമുണ്ടോ? ഐ മീൻ ആർട്ടിസ്റ്റുകൾ. അങ്ങനെ ആരും ഇവിടെ ഇല്ല മാഡം. അതാരാണെന്ന് ചിലപ്പോ ആ ഒറ്റക്കാലിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും മാഡം. ഒറ്റക്കാലിനോ? ആ, അയാളാ പറഞ്ഞത് ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീടറിയാവുന്നു. അയാൾ അവരെ അവിടെ കൊണ്ടുവന്ന് ആക്കാമെന്നും പറഞ്ഞതാ. കമോൺ, ആരാ അയാള്? അങ്ങനെ ചോദിച്ചാ കൂടുതലായി ഒന്നും അറിയില്ല മാഡം. ഞാൻ അയാളെ ആദ്യമായിട്ടാ കാണുന്നത്. ഒരുപാടങ്ങ് തിരക്കടിക്കണ്ട, ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. 500 രൂപ ചില്ലറയില്ലേ? ഇല്ല. ആ, ടോപ്പിൽ ചെല്ലുമ്പോഴത്തെ ബാലൻസ് തരാം. പിള്ളേരെ പറ്റിക്കരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കണ്ടക്ടറെ, ദേ ഇതിവിടെ നിലത്ത് വീണ് കിടന്ന് കിട്ടിയതാ. അയ്യോ കണ്ടക്ടറിങ്ങളെ, എന്റെ മോനെ അത്. അടയാളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ കണ്ടക്ടറെ. ഇയാളെന്ത് കോപ്പനാടോ? കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്താണോ അടയാളം? അതങ്ങോട്ട് കൊടുക്കണോ? ഇതാ മോളെ. അയാളുടെ വേഷം? മുണ്ടും ഷർട്ടുവാ, പരിക്കം മട്ടിലുള്ള മുഖം, വെട്ടി ഒതുക്കാത്ത താടിയും മുടി. ഒറ്റക്കാലൻ ബേബി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മേഡം? വണ്ടി എടുത്തോണ്ട് പോടോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? ആ, മാഡം, ആ കുട്ടികൾക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത് നോട്ടോറിയസ് ക്രിമിനൽ ഒറ്റക്കാലം ബേബിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.